സംഘത്തിൻ്റെ സന്തോഷപരിയായി കൂടെ ഉണ്ടാവുകയും നമുക്ക് ചെയ്ത നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രിയങ്കരനായ ജോർജ് കാഞ്ഞിരപ്പനോടുള്ള നല്ല നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടി ജോർജ് പറയാതെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഒരു നല്ല ശതമാനം ആൾക്കാരെയും എനിക്കറിയാവുന്നവരാണ്. വളരെ ചുരുക്കം കാവ്യസന്ധിയിൽ ആക്റ്റീവായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരെ മാത്രമേ എനിക്കറിയാൻ മേലാത്തുള്ളൂ. എൻ്റെ പേര് ജോർജ് കാഞ്ഞിരപ്പലൻ. ഞങ്ങൾ 1982 മുതൽ പോലീസിയായിട്ടിനെ അറിയുന്നതാണ്. 1982 ജൂലൈ 27-ാം തീയതി ഞാനും എൻ്റെ പേരൻസും എൻ്റെ ബ്രദറും കൂടെ കാൽഗരിയിലേക്ക് വന്ന് ലാൻഡ് ചെയ്തപ്പോൾ എയർപോർട്ടിൽ ഞങ്ങളെ സ്വീകരിക്കാൻ വന്നത് പോലീസുകാരനും ലിലി ചേച്ചിയും സുജയും സുനിലും എല്ലാവരും കൂടെയായിരുന്നു. എയർപോർട്ടിൽ വെച്ച് തന്നെയുള്ള പരിചയമാണ്. അതിനുശേഷം ഈ കഴിഞ്ഞ 43 വർഷമായിട്ട് ഒരിക്കൽ പോലും ഏറ്റവും ചുരുങ്ങിയത് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത ആഴ്ചകളോ മാസങ്ങളോ ഇല്ല. മാസത്തിൽ 2 പ്രാവശ്യം ചുരുങ്ങിയത്, ചിലപ്പോൾ ആഴ്ചകളൊന്നായിരിക്കും. ആദ്യകാലങ്ങളിൽ ഇവിടെ ഒത്തിരി പേര് 1982 ഇവിടെ ഇല്ല. 1982 ഇവിടെ വെറും 45 മലയാളി ഫാമിലീസേ അന്ന് ഇവിടെ ഉള്ളൂ. വെറും 45. ഇപ്പോൾ ഏതാണ്ട് 4500 മുകളിലുണ്ട്. ചുരുങ്ങിയത്, അതും അൺനോണാണ്. അന്ന് മുതൽ എയർപോർട്ടിൽ ഒന്ന് പിക്ക് ചെയ്ത് ആ വീക്കെൻഡ് ഞങ്ങൾ അന്ന് അവിടെ തകർത്തടിച്ചു. സാധാരണഗതിയിൽ 1982 വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളൂ. ഉള്ളവരെല്ലാവരും വളരെ ഇമ്മീഡിയറ്റ് ക്ലോസ് ഫാമിലി ബോണ്ടഡ് ആയിരുന്നു. ഞങ്ങൾ എല്ലാ വീക്കെൻഡും അടുത്ത് കാണുമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ 56 കളിക്കാൻ വളരെ താല്പര്യമുള്ള ഒരാളാണ്. പോലീസുകാരനും അതെ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പോളിയേട്ടൻ ഉണ്ടായിരുന്നു. അന്നേരം വേറെ കുറേ പേരുണ്ട്. ജോർജ് കളപ്പ എന്ന് പറയുന്നത് പോയി. അങ്ങനെ ഞങ്ങൾ കുറേ പേര് എല്ലാ ആഴ്ചയിലും, ഒറ്റയ്ക്കല്ല, എൻ്റെ ജ്യേഷ്ഠൻ കളിക്കുമായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ എല്ലാ വീക്കെൻഡിലും കാണുമായിരുന്നു. പോളിയേട്ടനും സാറാക്കുട്ടി ചേച്ചിയും വർഗീസേട്ടൻ്റെ പെങ്ങളും മേരി ചേച്ചി ഇവിടെ ഉണ്ട്. കുഞ്ഞാൻ ചേട്ടൻ അവരും 1981 വന്നു. അച്ഛൻ ചേട്ടൻ പറഞ്ഞ 82-81 ടൊറോണ്ടോയിലൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഒൻറ്റേരിയോയിൽ ഇങ്ങനെ പലരും മൂവ് ചെയ്ത് അത്രയും പേരായത് തന്നെ. ഈവൻ 1995 ഇവിടെ വെറും 95 ഫാമിലിയെ 1995 വെറും 84 ഫാമിലിയെ കാൽഗരി മലയാളി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഡയറക്ടറി ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്, പഴയ ഡയറക്ടറുകളൊക്കെ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എനിവേ, പോലീസുകാരനെ കുറിച്ച് എനിക്ക് പറയാൻ തുടങ്ങിയാൽ നിൽക്കത്തില്ല. അതുപോലെ കാര്യങ്ങളുണ്ട്. കാരണം എല്ലാ വീക്കിലും തന്നെ ഞങ്ങൾ ഇടപഴകിക്കൊണ്ടിരുന്ന ഒരു വ്യക്തികളാണ്. ഞാൻ കുടുംബമായിട്ട് പുള്ളിയുടെ സ്നേഹം അതിവിടെ എല്ലാവരും ഒത്തിരി ക്ലിയറാക്കി തന്നു. ഏത് പ്രായത്തിലായിട്ടുണ്ട്. 4 മാസമൊക്കെ ഒരു കുഞ്ഞിനെയാണ്. അപ്പം എൻ്റെ കൊച്ചു ഗ്രാൻഡ് സണ്ണിനെ എടുത്തോണ്ട് നിൽക്കുന്ന ഫോട്ടോ ഇവിടെയുണ്ട്. പുള്ളിക്കാരൻ 99 ആയിക്കോട്ടെ, 106 വയസ്സുണ്ടായിരുന്നു. മിസ്സസ് ജേക്കബ് പമ്മശ്ശിയായിരുന്നു. ആരോട് പറഞ്ഞാലും എല്ലാവരും പറഞ്ഞതുപോലെയാണ് സ്നേഹത്തോടെ. ആ ഇടപെടൽ നമുക്ക് വിവരിക്കാൻ പറ്റില്ല. അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ചേട്ടൻ ഒത്തിരി പ്രയാസങ്ങളിലൂടെ പോത്തു ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയത്തില്ല. എന്നാൽ ഫ്രാൻസി ചേട്ടൻ ചേച്ചിക്കൊക്കെ അറിയാം. 1982 മുതൽ ഇവിടെ ഭയങ്കര റിസഷൻ ഉണ്ടായി. ആയിരക്കണക്കിന് ആൾക്കാർ വീട് വിട്ട് ഇറങ്ങിപ്പോയി ബാങ്ക്രപ്സിയായിട്ട്. കാരണം ജോലിയില്ല, ഒത്തിരി പേര് ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന്. ആ സമയത്ത് റീസെറ്റിന് ജോലി പോയി. ചേട്ടൻ നല്ലൊരു പൊസിഷനിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ആ ജോലി പോയി കഴിഞ്ഞ് കുറച്ച് നാളത്തേനും ജോലി കിട്ടിയില്ല. അപ്പോൾ ചേട്ടൻ എക്സൽ ട്രാൻസ്മിഷൻ പറഞ്ഞൊരു ഷോപ്പ് തുടങ്ങി. നിങ്ങൾ ചുരുക്കം ചിലർക്കറിയാം, പകുതി പേർക്ക് മിക്കവാറും അറിയാമായിരിക്കും. എക്സൽ ട്രാൻസ്മിഷൻ വഴി പുള്ളിയുടെ ഇപ്പോഴും എല്ലാവരും പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ സമയം തീരാറായി. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒത്തിരി നീട്ടുന്നില്ല. ചേട്ടൻ്റെ സ്നേഹം എന്നും നമ്മളെല്ലാവരോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. അതിന് യാതൊരു അറുതിയില്ല. ഇവിടെ
ഇവിടെ ഇരിക്കുന്ന ഈ കാവ്യസിൻ്റെ ഇത് ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും ഹൃദയംഗമായിട്ട് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കൂടുക, ഇതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങൾ ആ കാവ്യങ്ങൾ പാടുന്നത് കേൾക്കുന്നത് വളരെ സന്തോഷകരമാണ്. എനിക്ക് പാടാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇതൊരു നല്ലൊരു സ്നേഹത്തോടെ ഞാൻ ടൈമർ വെച്ചതാണ്. 5 മിനിറ്റ് 4.5 മിനിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. 4 മിനിറ്റ് ആയി, അതുകൊണ്ടാണ് നിർത്തുന്നത്. സോറി, കാരണം 5 മിനിറ്റ് വേണ്ട എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വർഗീച്ചേട്ടനെ കുറിച്ച് പറയാനും എൽച്ചിയെ കുറിച്ച് പറയാനും എന്തോ അല്ല, ധാരാളം കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ചേട്ടൻ നാട്ടിൽ പോകുമ്പോൾ ഒരിക്കൽ പോലും ഞങ്ങളുടെ വീട്ടിൽ പോകാതെ വരത്തില്ല, ഒരിക്കൽ പോലും. അതുപോലെ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അച്ഛനുമായിട്ടുള്ള ബോധമെല്ലാം ഒത്തിരി കാര്യങ്ങളുണ്ട്. ഭയങ്കര സ്നേഹത്തോടെ എത്ര സമയമില്ലെന്ന നമ്മളൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് സമയത്തിന് ഒരു കുറവില്ലായിരുന്നു, എത്ര തിരക്കാണ്. അതുപോലെ എക്സലിൽ പോയി നിങ്ങൾ പലരും പോയി കണ്ടിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉള്ളവരാണ്. കോടാനുകോടി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ആ നല്ല ഓർമ്മകൾ കണ്ടിന്യൂ ചെയ്യട്ടെ. ആ ചേട്ടനുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. പിന്നെ ജീവിച്ചിരിക്കുന്ന ചേച്ചിക്കും സുജിക്കും സുനിലിനും അതുപോലെ ചേട്ടൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ 1981 മുതലൊക്കെയുള്ള മേരി ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചിക്കും അതുപോലെ ചേട്ടൻ്റെ ഒരു ബ്രദറുണ്ട്, ചേച്ചിയുടെ ഒരു സിസ്റ്ററുണ്ട്. അതുപോലെ അവളെ ഇമ്മീഡിയറ്റ് ആയിട്ട് മിസ് ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുക. സമാധാനം, അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം ഓരോരുത്തരും വേദന ഗോത്രം ചെയ്യുമ്പോഴേ മറ്റുള്ളവരുടെ വേദന അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അവർ ഗോത്രം ചെയ്യുന്ന വേദന നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ എല്ലാവർക്കും എല്ലാ ആശംസകളും. ദൈവത്തിന് നന്ദി. ഈ കാവ്യസന്ധ്യയും അത് പ്രത്യേകിച്ച് രാജീവിനും അതുപോലെ നടത്തുന്നവർക്ക് എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി. താങ്ക് യു. അടുത്തതായിട്ട് ഒരു കവിത പാടാനായി അനിതയെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ കവിത വർഗീസേട്ടനുള്ളൊരു സമർപ്പണമാണ്. എല്ലാവർക്കും പറഞ്ഞതുപോലെ തന്നെ വർഗീസേട്ടൻ എന്നെയും ഒത്തിരി ഇഷ്ടമായിരുന്നു, കവിതകൾ ഇഷ്ടമായിരുന്നു. എപ്പോഴും കവിത ചൊല്ലിക്കഴിഞ്ഞാൽ പേഴ്സണലി വന്ന് പാടും, ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് വർഗീസേട്ടന് വേണ്ടി. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ നടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസകണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മൂടിക്കിടക്കുവാൻ. ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മൂടിക്കിടക്കുവാൻ. ഒരു സ്വരം പോലും ഇനി എടുക്കാൻ
പാദം തണുക്കുവാൻ പ്രണയമേ നിന്നിലേക്കു നടന്നൊരും വഴികൾ ഓർത്തെന്റെ പാദം തണുക്കുവാൻ അതുമതി ഈയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കോടിയായി തേൽക്കുവാൻ അതുമതി ഈയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായി ഉയർത്തേൽക്കുവാൻ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അടുത്തതായിട്ട് MCSന്റെ പ്രസിഡന്റാണ് നമ്മളോട് ഓർമ്മകൾ പങ്കിടുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് ചേട്ടൻ്റെ ഒരു അനുസ്മരണ യോഗം ഈ കാവ്യസന്ധ്യയുടെ ഈ സദസ്സിൽ വെച്ച് നടത്തുന്നത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത്രയും ഹൃദയത്തോട് ചേർത്ത് കവിതയെയും കഥകളെയും സാഹിത്യത്തെയും കൊണ്ടു നടന്നു. എന്നാൽ വളരെയധികം ഒരു കുസൃതി ചിരിയോടും മുഖത്തോടും ഇപ്പം ഇവിടെ പറഞ്ഞു വെച്ച പോലെ ഏതൊരു പ്രായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഏതൊരു പ്രായത്തിലേക്ക് ഉയരാനും സാധിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു വർഗീസ് ചേട്ടൻ. കഴിഞ്ഞ കാവ്യസന്ധ്യയിൽ ഇതേ സദസ്സിൽ ഏകദേശം ഇതേ സമയത്ത് സീമ പറഞ്ഞ പോലെ ശക്തമായ മഞ്ഞിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയിട്ടാണേലും നമ്മുടെ ഈ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഓർക്കുന്നുണ്ട്, എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹം ഒന്ന് കെട്ടിപ്പിടിക്കും, കാര്യമായ വിശേഷങ്ങൾ ചോദിക്കും, ഒരുമിക്ക കാര്യങ്ങളും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും. ഇപ്പം എന്നെ അത്ര അധികം അറിയില്ലെങ്കിലും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും ആരോഗ്യത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളും എല്ലാം അദ്ദേഹം കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം നമ്മുടെ എല്ലാം മനസ്സിലേക്ക് നടന്നു കയറുകയും ഇന്നും ആ ചിരിക്കുന്ന കുസൃതിയുള്ള മുഖത്തോടു കൂടി നമ്മുടെ എല്ലാം മനസ്സിലുണ്ടെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. ആദ്യകാലങ്ങളിൽ ബിനോയ് പറഞ്ഞ പോലെ ആദ്യകാലങ്ങളിൽ മുതൽ MCSയിൽ വളരെ ശക്തമായ സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ. പല കമ്മിറ്റികൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം എപ്പോഴും യവനികയ്ക്ക് പിന്നിൽ നിന്ന് വളരെ ശക്തമായി ജോലി ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ വളരെയധികം അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഒരു പീപ്പിൾസ് പേഴ്സണായിട്ട് MCSയുടെ പല പരിപാടികളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ മലയാളി അസോസിയേഷൻ്റെ പേരിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പഴയ ഓർമ്മകളും നല്ല വശമുള്ള നല്ല ഓർമ്മകളും പങ്കുവയ്ക്കാൻ സന്തോഷപൂർവ്വം സഞ്ചിച്ച് ഈ വീഡിയോ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൈനു ജോൺ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോർജ് ജോൺ. ഞാൻ രണ്ടുപേർക്കും കൂടെ ആയിട്ടാണ് സംസാരിക്കുന്നത്. പുള്ളിക്കൊന്ന് വരാൻ പറ്റിയില്ല, ഒരു അത്യാവശ്യമായിട്ടൊരു ജോലി വന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലിയുടെ പേരിൽ ആദ്യമായിട്ട് വർഗീസ് ചേട്ടൻ്റെ പ്രിയ ഭാര്യ ലിലി, സുജ, സുനിൽ, മേരി അവർക്കെല്ലാം പ്രത്യേക കണ്ടോളൻസസ് അറിയിക്കുന്നു. മരണം എന്ന് പറയുന്നത് ഒരു ട്രോമ തന്നെയാണ്. ഏറ്റവും എത്ര പ്രായമായാലും നമ്മുടെ വേണ്ടപ്പെട്ടവർ പോകുമ്പോൾ അതൊരു ട്രോമയാണ്. പക്ഷെ നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്, കാവ്യസന്ധ്യയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്നത് വർഗീസ് ചേട്ടൻ്റെ നല്ല ഓർമ്മകൾ പങ്കിടാനും
പുള്ളിയുടെ പലരും ഇപ്പോൾ പുള്ളിയെപ്പറ്റി സംസാരിച്ചു. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് പുള്ളിയെപ്പറ്റി ടോട്ടലായിട്ട് വേറൊരു ആംഗിളിലാണ് പറയാൻ പോകുന്നത്. എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പം ഞാനിവിടെ 97 വന്നു. 98 തൊട്ട് MCAC കമ്മിറ്റിയിലുണ്ടായിരുന്നു കുറേ വർഷം. 2003 MCACയുടെ പ്രസിഡന്റ് ആയിരുന്നു ബിനോയ് വർദ്ധവല്. അന്നത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ വർഗീസ് ചേട്ടനെ പറ്റി ഓർമ്മ വരുന്ന 2003 കാലഘട്ടത്തിലാണ്. ഏത് MCACയുടെ മലയാളി അസോസിയേഷൻ്റെ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും വർഗീസ് ചേട്ടൻ അവിടെ കാണും. അപ്പം അന്ന് ഞങ്ങൾ റോസെ സെൻറ്റർ, യൂണിവേഴ്സിറ്റിയിലെ റോസെ സെൻറ്റർ വെച്ച് കേരള നൈറ്റ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടെല്ലാം റെഡിയാക്കി. അന്ന് ഞാനൊരു ടാബ്ലോ കോറിയോഗ്രാഫ് ചെയ്തായിരുന്നു, ദ ലെജൻഡ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് പല ക്യാരക്ടേഴ്സ് ഉണ്ട്, കേരളത്തിൽ നിന്നുള്ള പല പ്രമുഖ ലെജൻഡ്സിനെ പറ്റിയായിരുന്നു ആ ടാബ്ലോ. അപ്പം ഞാൻ വർഗീസ് ചേട്ടനോട് ചോദിച്ചു, വർഗീസ് ചേട്ടൻ കുഞ്ഞാലി മരക്കാറാവാന്ന് ചോദിച്ചു. പുള്ളി പെട്ടെന്ന് സമ്മതിച്ചു, സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. കാരണം പുള്ളി വള്ളംകളിയായാലും ശരി, എന്തായാലും ശരി, പുള്ളി അതിനകത്ത് കാണും. പുള്ളിയുടെ ആ ചിരിയും സന്തോഷവും എനർജിയും എപ്പോഴും ഞങ്ങൾക്കൊരു ഊർജ്ജമായിരുന്നു ആക്ച്വലി. അപ്പം അങ്ങനെ പുള്ളി കുഞ്ഞാലി മരക്കാരായിട്ട് ആക്ട് ചെയ്തു. അപ്പം ഞാൻ ഇതൊരു ടാബിളായതുകൊണ്ട് ഇതിനകത്ത് വലിയ പ്രാക്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ ആർട്ടിസ്റ്റും സ്റ്റേജ് നിറച്ചുണ്ടായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റിനോടും പറഞ്ഞു, നിങ്ങളുടെ അപ്രോപ്രിയേറ്റ് കോസ്റ്റ്യൂം ആയിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു നല്ല ഒരു കൈലിയും ഒരു ബനിയനും ഒരു നല്ല വലിയ ബെൽറ്റ്, എന്നിട്ട് വലിയ ഒരു കടാരി, ഒരു കടാരിയോ വാളോ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്നു. അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പുള്ളിയുടെ അർപ്പണബോധം, പുള്ളിയുടെ കമ്മിറ്റ്മെൻറ്റ്. ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. കാരണം ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണോ നമ്മൾ സങ്കല്പത്തിലുള്ള അതിനേക്കാട്ടിലും മുകളിലായിരുന്നു വർഗീസ് ചേട്ടൻ ഒരുങ്ങി വന്നപ്പോൾ. ഞങ്ങൾ റൈറ്റപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ വായിക്കുമ്പോൾ പുള്ളി ആ സ്റ്റേജിൽ കൂടെ ഓരോ ക്യാരക്ടേഴ്സ് ഫ്രണ്ടിലോട്ട് വന്ന് അവരുടെ ഭാഗം അഭിനയിച്ച് കാണിക്കും. അപ്പോൾ വർഗീസ് ചേട്ടൻ്റെ ഭാഗം വന്നപ്പോഴത്തേക്കും ഭയങ്കര കൈയടി. ആ റോസെ സെൻറ്റർ അന്ന് സോൾഡ് ഔട്ട് ഇവൻ്റ് ആയിരുന്നു. റോസെ സെൻറ്റർ മുഴുവനും മലയാളികളിരുന്ന് കൈയടിച്ച് പുള്ളിയെ അപ്ലോസ് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദറ്റ്സ് വൺ ഓഫ് ദ ഫസ്റ്റ് ബ്യൂട്ടിഫുൾ മെമ്മറി ഓഫ് വർഗീസ് ചേട്ടൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് ഈ പറഞ്ഞ പോലെ, ജോർജ് പറഞ്ഞ പോലെ ആദ്യകാലങ്ങളൊക്കെ കുറച്ച് മലയാളികളെ ഉള്ളത്. എനിക്കൊന്ന് ഞാൻ പ്രസിഡൻ്റായ കൊല്ലം ഏകദേശം 600 പേരോളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ഹാള് ഫുള്ളായിട്ട് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ പിന്നെ പതുക്കെ പുറകോട്ട് കഴിഞ്ഞു. പുതിയ ആൾക്കാർ, പുതിയ ടാലൻസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവരൊക്കെ കയറട്ടെ എന്നും പറഞ്ഞ് ഞങ്ങളൊക്കെ കുറച്ച് പേര് മാറി നിന്നു. ആ സമയത്ത് നമുക്ക് നമ്മുടെ മക്കളുടെ കല്യാണം, കൊച്ചുമക്കൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ തിരക്കിലെ യാത്രകൾ ഒക്കെ ആയിട്ട് തിരക്കിലൊക്കെ പോയി. അന്നേരം ഞങ്ങൾ ചീട്ട് കളിക്കുമായിരുന്നു കുറേ പേര്. അപ്പം ഇവിടെ ആരും വർഗീസ് ചേട്ടൻ്റെ ചീട്ട് കളിക്കുന്നതിനെ പറ്റി പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ രണ്ടാമത്തെ വലിയ ഓർമ്മ ഞങ്ങളുടെ 56ൻ്റെ ഗുരുവായിരുന്നു പുള്ളി. ആക്ച്വലി ഞാൻ 56 പഠിച്ചത് പുള്ളിയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ സാജൻ, ലില്ലി, മാത്തുക്കുട്ടി ഷായൻ, കൊച്ചമ്മ, ഇവരൊക്കെ കുറേ പേർക്ക് പഴയ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. അവരെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ 28ഉം 56 ഞങ്ങൾക്ക് അത്ര അറിയത്തില്ലായിരുന്നു. അപ്പോൾ വർഗീസ് ചേട്ടൻ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, സണ്ണിച്ചായൻ, ഞാൻ, ലില്ലി, സാജൻ, കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ 56 പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിച്ച് ഞങ്ങൾ കളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പുള്ളിക്ക് അങ്ങ് ഫ്രസ്ട്രേഷൻ വരും. കാരണം പുള്ളി ഭയങ്കര ബ്രില്യൻ്റ് ഒരു കളിക്കാരനാണ്. പുള്ളിക്ക് അറിയാം മറ്റുള്ളവരുടെ കയ്യിൽ ഏത് കാർഡ്സാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ മണ്ടത്തരൊക്കെ കാണിക്കുമ്പോൾ പുള്ളിക്കങ്ങ് ദേഷ്യം വരും. എന്നാലും ക്ഷമയോടുകൂടി ഇരുന്ന് ഞങ്ങളോടൊക്കെ പഠിപ്പിക്കും. അത് കഴിഞ്ഞ ഒരു ദിവസം പുള്ളിക്കൊക്കെ ദേഷ്യം വന്നിട്ട് പുള്ളി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വെളിയിൽ പോയി ഒരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാമായിട്ട് തിരിച്ചു വന്ന് ഞങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. പുള്ളിയുടെ ക്ഷമ ഞാൻ പറയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ തമാശ പറയും, ചിരിക്കും. അപ്പോൾ ആ ഓർമ്മകളൊക്കെ എത്ര മനോഹരമാണെന്ന് ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു. ആ സമയത്തായിരുന്നു വർഗീസ് ചേട്ടന് അസുഖമാണെന്നുള്ള ദുഃഖവാർത്ത ഞങ്ങളൊക്കെ അറിഞ്ഞത്. എന്നാലും പുള്ളി ഒരിക്കൽ പോലും അതിനെപ്പറ്റി പരാതി പറയുമോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഹി വെന്റ് ഓൺ ആസ് യൂഷ്വൽ. അപ്പം ആ ഒരു കറേജൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. ഹി വാസ് റിയലി എ ജെം ഓഫ് എ പേഴ്സൺ. ആൻഡ് പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ ലാഫ് ഉണ്ട്, ഒരു സ്മൈലുണ്ട്. അത് എപ്പോൾ കണ്ടാലും സൗഹൃദത്തിൽ നമ്മുടെ ക്ഷയിക്കേണ്ട വരും. പുള്ളിയുടെ ആ ചിരി ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും പേരിൽ ഞങ്ങൾ
പുള്ളിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടുന്നു. ഒരു 4 വരി ലോർഡ്സ് പ്രയർ പാടിക്കൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. God bless all of you. Thank you. അടുത്തതായിട്ട് വൈലോപ്പള്ളിയുടെ ഒരു കവിതയാണ് മാമ്പഴം ആലപിക്കാനായിട്ട് സോറി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഞ്ജന. നമ്മൾ കാവ്യസന്ധ്യയുടെ ഭാഗമായിട്ട് ഇതിപ്പോൾ 2ാമത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്നിവിടെ എല്ലാവരും വർഗീസ് എന്നെ പറ്റി പറഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അത് വളരെ വലിയൊരു നഷ്ടമായിട്ട് കാണുന്നു. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കവിത അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. വൈലോപ്പള്ളിയുടെ മാമ്പഴം എന്ന കവിത. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. കുറച്ച് വരികൾ പാടാൻ ശ്രമിക്കുക. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടേ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാം മീനച്ചൂടാൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ
അവൻ വാഴേ മാനവർക്കാരോമലായി പാരിനെ കുറിച്ചു ദാസീനനായി ക്രീഡാരസലീനനായി അവൻ വാഴേ അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. അടുത്തതായി പരിസരവുമായി വളരെ കാലത്തെ ബന്ധമുണ്ട് ഓർമ്മകൾ പങ്കിടാൻ വേണ്ടി ഫ്രാൻസ് ചേട്ടൻ വളരെ സ്നേഹപൂർവ്വം കാവശ്യത്തിലേക്ക് വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. And I am delighted that I was invited to speak a few words about my dear friend Mr. Varghese, Mr. Chaco Varghese, I call him Varghese. This evening's events, Kavya Sandhya, ഈ സായാഹ്നത്തിലെ പദ്യ വായന വർഗീസിൻ്റെ ജീവിതത്തെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കാവ്യസന്ധ്യ സൊസൈറ്റി ചെലവഴിക്കുന്നതിൽ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. They are dedicating this evening's recital as a tribute to celebrate Varghese's life, who passed away a little bit more than a month ago. He was an ardent supporter of Kavya Sandhya. He must have seen something significant, something big, good, that Kavya Sandhya provides a forum for talented Malayalis, both young and old, to express their thoughts, feelings, ideas, and imaginations, and provides as an artistic medium of inner fulfillment. Varghese, as we all know, was a community leader. He recognizes the societies, any society such as Kavya Sandhya, because it is a reflection of our cultural integrity, our cultural identity. I knew Varghese for over 45 years. This began when I immigrated to Canada in '74. I arrived in Edmonton. There were about 50 Malayali families and a total of about 150-160 individuals. Also, we had two societies, even with a small community. So, as a newcomer, I was asked, where are you from? I said, I'm from Ernakulam. And they said, oh, we know a family, a couple who used to be here, Varghese and Lily. They just moved to Calgary for a few months ago. That is the first time I heard about Varghese. It felt like there was a need for his converts. It's okay now. Little did I know that this family would be my eventual friends. No, not yet. No, same person. In '79, after about 4 years, I took up a job that moved us to Calgary, and we met Varghese and family soon thereafter. That friendship, the friendship was then physically born, and that at that time.
Varghese was a reliable and dependable man. I was never lost in his company. He was such a caring person. Yes, sir. He was a man of truth. Yes, sir. He has always been straightforward, no hidden agenda. And he was a loving family man. For many Malayali newcomers, he and Lily always extended their helping hand, opened their homes to any new immigrant No, they should go. from Kerala until the newcomers found their way out. He was a hard worker, starting as an administrative assistant, a humble position in a transmission shop on 70th Avenue Southwest. In a few years, he climbed the ladder up, way up. He became the manager running the whole shop. Later on, he started on his own shop. He was a successful entrepreneur and started his own shop in Northeast Calgary. He appeared to be and he continued his business until his retirement. He appeared to be in good health until the devastating news struck a few months ago. Since then, I used to talk to him regularly over the phone. Our talks usually centered around the gratitude and fulfillment that we used to enjoy, how we had great lives, talked about our kids, our families, especially the kids. I told him that they are all in the right places and they can manage on their own what else we need. Then I told him whatever life that is left within us is a bonus from His Almighty. We might as well enjoy it as much as we can. His departure was unexpectedly quick. He will be dearly missed. Thank you, Varghese, for your friendship. I will always remember your humor, your honesty, and noble spirit. Thank you.